ഹലോ കൂട്ടുകാരെ, ഞാൻ ഡോക്ടർ സിനി സെവ്യൻ. ഇപ്പോൾ കഴിഞ്ഞ ഈ ഡിസംബറിൽ കുട്ടികളെ രണ്ടുപേരും വീട്ടിലുള്ളത് കൊണ്ടും പിന്നെ ഞങ്ങൾ കുറേ ടൂറിലൊക്കെ ആയതുകൊണ്ടും എനിക്ക് വളരെ ഫാസ്റ്റായിട്ട് ഒരു 4-5 കിലോ അടുത്ത് വെയിറ്റ് കൂടി. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കൂടിയ വെയിറ്റ് റിഡ്യൂസ് ചെയ്ത് പഴയ വെയിറ്റിലോട്ട് നോർമലിലോട്ട് വരച്ചിട്ട് നിൽക്കാറുണ്ട്. ഒരുപാടായിട്ട് മെലിയാൻ വേണ്ടി തന്നെ അങ്ങനെ ഒരുപാട് ഡയറ്റിംഗ് നോക്കാറില്ല. പക്ഷെ കൂടുന്ന വെയിറ്റ് കുറച്ച് കൊണ്ടുവരും. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഇപ്പോൾ പറയാം. അത് നമ്മൾ വീഡിയോയിലൂടെ നോക്കാം. ഒരാഴ്ച കൊണ്ട് 4 കിലോ വെയിറ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. ഇപ്പം ഞാൻ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 ദിവസമായി. ഈ 3 ദിവസത്തിൽ എനിക്ക് അറൗണ്ട് 2 കിലോയോളം വെയിറ്റ് കുറഞ്ഞു. ഇനി ഈ 1 വീക്കിൽ 4 kg റിഡ്യൂസ്, ആകെ ടോട്ടൽ 4 kg റിഡ്യൂസ് ആക്കിയാൽ മതി. അപ്പോൾ അതിന് ഞാൻ എന്താണ് ചെയ്യുന്നത്, എനിക്ക് ഏത് രീതിയിലാണ് വെയിറ്റ് റിഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ നൈറ്റ് ഡിന്നറാണ് ഞാൻ ഈ കാണിക്കുന്നത്. 1/2 കപ്പ് കപ്പലണ്ടി, ഒരു സവാള, പിന്നെ ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, ഒരു വെള്ളരിയുടെ പാതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളേ. അപ്പോൾ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂസ് നോക്കിയാൽ കപ്പലണ്ടിക്ക് നമുക്കറിയാം ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും, വെയിറ്റ് റിഡ്യൂസിന്, ഗോൾ ബ്ലാഡ് സ്റ്റോൺ പ്രിവെൻറ്റ് ചെയ്യാനും എല്ലാം കപ്പലണ്ടി വളരെ നല്ലതാണ്. അതുപോലെ സ്കിന്നിന് നല്ലതാണ്. അതിൽ വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, കാൽഷ്യം, സോഡിയം, പൊട്ടാഷ്യം, സെലിനിയം, സിങ്ക്, ഇത്രയും സാധനങ്ങളുണ്ട്. അതുപോലെ ടൊമാറ്റോസിലാണെങ്കിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. ക്യാരറ്റിലും അത് തന്നെ വൈറ്റമിൻ സി, എ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്, ഫൈബർ റിച്ചാണ്. ഇത് നമുക്ക് ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുക്കുംബർ, വെള്ളരിയും നമുക്ക് ഫൈബർ റിച്ചാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചാണ്, വൈറ്റമിൻ സി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ കപ്പലണ്ടി ഒരു കുക്കറിൽ 1/4 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു 2 വിസിൽ വരാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വെച്ചു. അതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അത് 2 വിസിൽ വന്ന പുറകെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. 2 വിസിലിൽ അത് ഏകദേശം വെന്തിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം വന്നിട്ട് അതിൻ്റെ തോലെല്ലാം കളഞ്ഞു. തോലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തു. പിന്നീട് അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഞാൻ മുന്നേ അത് വെള്ളത്തിൽ ഉപ്പുപൊടി ഇട്ടാണ് വെച്ചിരിക്കുന്നത് 1 മണിക്കൂർ മുന്നേ. ഒരുവിധം എല്ലാ പച്ചക്കറികളും ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ ഒരുവിധം അതിലെ കീടനാശിനികളെല്ലാം പോകുന്നതിന് അത് നല്ല സഹായമായിരിക്കും. ഇപ്പം ഞാൻ വെള്ളരിയുടെ പാതി മാത്രമേ എടുക്കുന്നുള്ളൂ. ക്യാരറ്റ് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തോല് കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം കപ്പലണ്ടി കുക്കറിൽ വെച്ചിരിക്കുന്നത് വെന്ത് വന്നതിന് ശേഷം ഈ പച്ചക്കറി അരിഞ്ഞ് വെച്ചതിൽ നമ്മളതുകൂടെ മിക്സ് ചെയ്ത് ഒരു സാലഡ് മാതിരിയാക്കി കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. ഇത് ശരിക്കും ഒരു നല്ല ബാലൻസ് ഫുഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പലണ്ടി ഉള്ളത് കൊണ്ട് അതിൽ ഹൈലി പ്രോട്ടീൻ റിച്ചാണ്, ഫൈബർ ഉണ്ട്, അതുപോലെ വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് വൈറ്റമിൻസ് എല്ലാം തന്നെയുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, സിങ്ക്, സെലിനിയം, മാഗ്നീഷ്യം, ഇതുപോലെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻസും ഈ ഒരൊറ്റ ഫുഡിലുണ്ട്. ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കാനും പറ്റും. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെയിറ്റ് റിഡ്യൂസിങ് ഒരു ഫുഡാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. ഇതാണ് എൻ്റെ ഇന്നത്തെ നൈറ്റിങ്ങത്. ഇത് ഞാൻ അറൗണ്ട് ഒരു 4 മണിക്കൂർ ക്ലോസ് ചെയ്യും. എന്നിട്ട് ഒരു 14-15 അവർ ഫാസ്റ്റിംഗ് എടുത്ത് നാളെ ചിലപ്പോൾ 8 മണിയോ 9 മണിക്കാണ് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ പ്രോട്ടീൻ റിച്ച്, അതായത് കപ്പലണ്ടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നോർമൽ സാലഡ്സ്, വെള്ളരി, ക്യാരറ്റ്, തക്കാളി, നമ്മുടെ സവാള എല്ലാം കൂടിയിട്ടുള്ള ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതും 1 ഗ്ലാസ് ചായയുമാണ് ഇന്നത്തെ എൻ്റെ നൈറ്റ് ഡിന്നർ. ഇത് ഏകദേശം ഒരു 4 ഞാനിപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ നാളെ രാവിലെ ചിലപ്പോൾ 8 മണിക്ക് അല്ലെങ്കിൽ 9 മണിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതും പ്രോട്ടീൻ ഫുഡ് തന്നെയാണ് എടുക്കുന്നത്. ഉച്ചയ്ക്ക് മാത്രം കാർബോഹൈഡ്രേറ്റ്, ചോറ്, ലഞ്ച്, അത് നോർമൽ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത്
കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കറികളെല്ലാം കൂട്ടിയുള്ള നോർമൽ ലഞ്ച്. അപ്പോൾ ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അടുത്ത നെക്സ്റ്റ് ഫുഡ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.